ഒരു വീഡിയോ, ഈ കുഞ്ഞിന്റെ വീഡിയോ നമ്മൾ രാവിലെ മുതൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാതാപിതാക്കന്മാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകുമ്പോൾ അവരുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ അവരെങ്ങോട്ടാണ് റോഡിലോട്ട് ഓടിപ്പോകാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ വണ്ടി വന്ന് ഇടിക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറ്റുന്ന ഒരു കാര്യവുമില്ല. കാരണം വെച്ചാൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. അപ്പം ഇവിടെങ്ങാനൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രവാസ ലോകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരെയാണ് ആദ്യം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ ദൈവത്തിനാണെങ്കിൽ കുഞ്ഞിനൊന്നും പറ്റിയില്ല. ആ ഡ്രൈവറും പെട്ടെന്ന് തന്നെ ഇതാകാൻ നോക്കി. അപ്പൊ എല്ലാം ദൈവത്തിന്റെ കയ്യിലായിരുന്നു. ദൈവത്തിന്റെ ഒരു കൈ എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അതിനകത്ത് ആ ഡ്രൈവറെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തനം കണ്ടത്. പിന്നെ ബോധമില്ല ഇവന്. അവനാണെങ്കിൽ ഒന്നുകിൽ ആ വണ്ടി ഒന്ന് സൈഡിലാക്കി പാർക്ക് ചെയ്യിച്ചിട്ടോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വണ്ടി എല്ലാവരും ഇറക്കിയതിനു ശേഷം ഒരു ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ അവന്റെ ചോദ്യങ്ങൾ ചോദിച്ച പുള്ളിയുടെ വായിലോട്ടെ മയക്കി കുത്തി കയറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കട്ടോ. ഇവരെല്ലാവരും നിങ്ങൾ കൂടെ പുറപ്പാക്കി മാറ്റിക്കൊണ്ട് നടക്കല്ലേ. ഇവരെതിരെ കറക്റ്റ് ഒരു ആക്ഷൻ എടുക്കണം. എല്ലാവരും ഇതിനെതിരെയാണല്ലോ പ്രതികരിക്കാനോ വേണം. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ബസ്സിലൊക്കെ കയറി കണ്ടിരിക്കുന്നവർ അല്ലെ അതിനകത്ത് യാത്ര ചെയ്യുന്നവരുള്ള അടിച്ച് പുറത്താക്കണം. അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ.